നമ്മുടെ അടുക്കളയിൽ ബിരിയാണിക്ക് അതിമനോഹരമായ സുഗന്ധം നൽകുന്ന ഒരു ഇലയുണ്ട്. അതാണ് ബിരിയാണി കൈത. പലരും ഇത് ഒരു ഫ്ലേവറിംഗ് ഇല മാത്രമാണെന്ന് കരുതുന്നുണ്ടെങ്കിലും ഇതിന് നിരവധി ഔഷധ ഗുണങ്ങളും പോഷക ഗുണങ്ങളും ഉണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ബിരിയാണി കൈത എന്താണ്, ഇതിൻ്റെ പോഷക ഘടകങ്ങൾ, ആരോഗ്യ ഗുണങ്ങൾ, ശാസ്ത്രീയ പഠനങ്ങൾ, ഉപയോഗിക്കേണ്ട ശരിയായ മാർഗം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയെക്കുറിച്ച് നോക്കാം. ബിരിയാണി കൈതയുടെ ശാസ്ത്രീയ നാമം പാൻഡനസ് അമരില്ലിഫോളസ്, കുടുംബം പാൻഡനേസി. ഇത് തെക്ക് കിഴക്കൻ ഏഷ്യയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു സുഗന്ധ സസ്യമാണ്. ഇലകളിൽ അടങ്ങിയിരിക്കുന്ന 2-അസറ്റൈൽ-1-പൈറോലിൻ എന്ന സംയുക്തമാണ് ബിരിയാണിയുടെ പ്രത്യേക മണം നൽകുന്നത്. ഇതിൻ്റെ പോഷക ഘടകങ്ങൾ: ബിരിയാണി കൈതയിൽ ചെറിയ അളവിൽ അടങ്ങിയിരിക്കുന്നത് വിറ്റമിൻ എ, വിറ്റമിൻ സി, ബീറ്റ കരോട്ടിൻ, ഫ്ലാവനോയിഡുകൾ, പോളിഫിനോളുകൾ, ടാനിനുകൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, ഇരുമ്പ്, കാൽഷ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം. ഇവ ശരീരത്തെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ഇത് ശക്തമായ ആൻറ്റി ഓക്സിഡൻ്റാണ്. ഫ്രീ റാഡിക്കലുകളെ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കുന്നു. ചില പഠനങ്ങളിൽ ഇൻസുലിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സഹായിക്കാമെന്ന് സൂചിപ്പിക്കുന്നു. ദഹനം മെച്ചപ്പെടുത്തുന്നു. ഭക്ഷണശേഷമുള്ള വയറുവീക്കം കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. അതുപോലെ സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുന്നു. ഇതിൻ്റെ സുഗന്ധം മനസ്സിന് ശാന്തത നൽകി സമ്മർദ്ദത്തിൽ നിന്ന് വിമുക്തി നേടാൻ സഹായിക്കുന്നു. അതുപോലെ നല്ല ഉറക്കം. പാൻഡൻ ടീ പലരും ഉറക്കത്തിനായി ഉപയോഗിക്കുന്നു. രക്തസമ്മർദ്ദ നിയന്ത്രണത്തിന് ഇത് സഹായകമാണ്. കാരണം പൊട്ടാസ്യം ഉള്ളതിനാൽ ഹൃദയാരോഗ്യത്തിന് ഇത് വളരെയധികം പ്രയോജനം ചെയ്യുന്നു. ശരീരത്തിലെ വീക്കം കുറയ്ക്കാനും സഹായിക്കുന്നു. ചില സസ്യരാസ ഘടകങ്ങൾക്ക് പ്രത്യുഷ്ണ അഥവാ ആൻറ്റി ഇൻഫ്ലമേറ്ററി സ്വഭാവമുണ്ട്. അതുപോലെ തന്നെ ചർമ്മാരോഗ്യം കാത്തുസൂക്ഷിക്കുന്നു. ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചർമ്മകോശങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. പ്രതിരോധശേഷി: ഇതിലുള്ള വിറ്റമിൻ സി രോഗപ്രതിരോധ ശേഷിയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. അതുപോലെ വായ്നാറ്റം കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. ചില പ്രദേശങ്ങളിൽ ഇലകൾ വായു സുഗന്ധത്തിനായും ഉപയോഗിക്കുന്നു. ഈ സസ്യം ബിരിയാണി, പായസം, ചായ, തേങ്ങാപ്പാൽ വിഭവങ്ങൾ, കേക്ക്, ഐസ്ക്രീം, ജ്യൂസ് ഇവയുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നു. എപ്രകാരമാണ് വീട്ടിൽ വളർത്തേണ്ടത്? നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണ് ഇത് വളർത്തേണ്ടത്. അതുപോലെ മണ്ണ് തിരഞ്ഞെടുക്കേണ്ടതും വെള്ളം കെട്ടി നിൽക്കാത്ത മണ്ണാണ്. തണ്ട് നട്ട് എളുപ്പത്തിൽ വളർത്താം. അധിക വളം ആവശ്യമില്ല. ബിരിയാണി കൈത ഒരു സുഗന്ധ സസ്യം മാത്രമല്ല, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, സസ്യരാസ ഘടകങ്ങൾ, പരമ്പരാഗത ഉപയോഗങ്ങൾ എന്നിവ കാരണം ആരോഗ്യപരമായ സാധ്യതകളും ഇതിനുണ്ട്. എന്നാൽ ഇതൊരു ഔഷധ ചികിത്സയ്ക്ക് പകരമല്ല, ആരോഗ്യകരമായ ഭക്ഷണ രീതിയുടെ ഭാഗമായാണ് ഉപയോഗിക്കേണ്ടത്. ഇനി പാൻഡൻ ടീ അഥവാ ബിരിയാണി കൈത ടീ തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് ആവശ്യമായ സാധനങ്ങൾ: പുതിയ പാൻഡൻ അഥവാ ബിരിയാണി കൈത ഇല 3 മുതൽ 5 വരെ ആകാം, 2 കപ്പ് വെള്ളം, തേൻ അല്ലെങ്കിൽ ശർക്കര ആവശ്യത്തിന്, അതുപോലെ നാരങ്ങ നീര് 1 ടീസ്പൂൺ. അത് ആവശ്യമെങ്കിൽ മാത്രം നാരങ്ങ നീര് ഉപയോഗിക്കാം. എപ്രകാരമാണ് തയ്യാറാക്കേണ്ടത്? പാൻഡൻ ഇലകൾ നന്നായി കഴുകി വൃത്തിയാക്കുക. ഇലകൾ 2 മുതൽ 3 ഇഞ്ച് നീളത്തിൽ മുറിക്കുകയോ കെട്ടിയിടുകയോ ചെയ്യാം. ഒരു പാത്രത്തിൽ 2 കപ്പ് വെള്ളം തിളപ്പിക്കുക. വെള്ളം തിളച്ചാൽ പാൻഡൻ ഇലകൾ ചേർക്കുക. ചെറിയ തീയിൽ 10 മുതൽ 15 മിനിറ്റ് വേവിക്കുക. വെള്ളത്തിന് ഇളം പച്ച നിറവും സുഗന്ധവും ലഭിക്കും. പിന്നീട് ഇലകൾ അരിച്ചു മാറ്റുക. ഇഷ്ടമെങ്കിൽ തേൻ അല്ലെങ്കിൽ ശർക്കര ചേർത്ത് കുടിക്കാം. ചൂട് കുറച്ച ശേഷം നാരങ്ങ നീരും വേണ്ടി വന്നാൽ ചേർക്കാം. എപ്പോഴൊക്കെ കുടിക്കാം? രാവിലെ വെറും വയറ്റിൽ അല്ലെങ്കിൽ പ്രഭാത ഭക്ഷണത്തിന് ശേഷം കുടിക്കാവുന്നതാണ്. അതുപോലെ വൈകുന്നേരം വിശ്രമ സമയത്തും കുടിക്കാവുന്നതാണ്. ഉറങ്ങുന്നതിന് 30-60 മിനിറ്റിന് മുൻപ് 1 കപ്പ് കുടിക്കുന്നത് ചിലർക്ക് ശാന്തതയും നല്ല ഉറക്കവും ലഭിക്കാൻ സഹായിക്കുമെന്ന് അനുഭവപരമായി പറയാറുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന്: ദിവസവും 1-2 കപ്പിൽ കൂടുതൽ കുടിക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ,
പതിവായി ഉപയോഗിക്കുന്നതിന് മുമ്പ് ഡോക്ടറുടെ ഉപദേശം തേടുക. പാണ്ടൻ ടീ ആരോഗ്യകരമായ ഒരു പാനീയമാണ്. എന്നാൽ പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങൾക്ക് മരുന്നിന് പകരമായി ഉപയോഗിക്കരുത്. പരീക്ഷിച്ച് നോക്കുക.